ബ്രദറെ, പറയൂ ബ്രദർ. ഈ പ്രാവശ്യം നോയമ്പ് എടുക്കുന്നുണ്ടോ? ഉണ്ട്. പിന്നെ ആ ഒരു നോയമ്പ് കൊണ്ട് ഉദ്ദേശിക്കണത് എന്താ? ഒരു നല്ലൊരു തീരുമാനം എന്തെങ്കിലും ഒരു എടുക്കണമല്ലോ, അല്ലാതെ വെറുതെ ഇറച്ചിയും മീനും കഴിക്കണമെന്ന് മാത്രമല്ല. നമ്മുടെ നോയമ്പുകൾ മിക്കതിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റർ ദിവസം തല്ലിക്കൊന്ന് വയറുമുട്ട തിന്ന് തികച്ചിരിക്കാനായിട്ടുള്ളതാണ് മിക്ക നോയമ്പുകളും. അങ്ങനെയാണ് നമ്മളിതുവരെ കാണുന്നത്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായ, ഞാൻ എല്ലാവരെയും കളിയാക്കുന്നതല്ല കേട്ടോ, ചിലത് നമ്മൾ എന്ത് ചെയ്യണമെന്നോ ചോദ്യം ചെയ്യേണ്ടത് ദൈവനാമത്തിൽ ചോദ്യം ചെയ്യണം. കാരണം അല്ലെങ്കിൽ ഈശോ പള്ളിക്കകത്ത് അടിയുണ്ടാക്കൂല, ചാട്ടവാറും കൊണ്ട് കയറൂല. ഇനി ഒരിക്കൽ കൂടി ഈശോ വന്നു കഴിഞ്ഞാലുള്ള ചാട്ടവാറായിരിക്കില്ല, AK-47 കൊണ്ടായിരിക്കും നമ്മുടെയൊക്കെ അൾത്താരകളിൽ മറ്റുള്ളവർക്ക് വിഷമമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പ്രാർത്ഥിക്കുന്നവർക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഞാൻ നോയമ്പെടുക്കുമ്പോഴാണ് ഞാൻ ഓരോ ദിവസവും ഓരോരോ വിഷയങ്ങളെ പറ്റിയാണ് ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വളരെ ശ്രദ്ധാപൂർവം ഞാൻ ചിന്തിച്ച ഒരു കാര്യമുണ്ട്. എനിക്കിച്ചിരി എടുത്തുചാട്ടം കൂടുതലാണ്. എടുത്തുചാട്ടം ഭയങ്കര കൂടുതലാണ്. ഞാൻ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, അത് ദൈവഹിതമാണോ അല്ലേന്നൊന്നും നോക്കുകയൊന്നുമില്ല. ചാടിക്കേറി അതങ്ങ് അറ്റൻഡ് ചെയ്ത് ലാസ്റ്റ് വള്ളിക്കെട്ടായി അതിൻ്റെ മേളിലും പ്രശ്നങ്ങളായിട്ട് ഞാൻ ഇതിൽ നടക്കും. പക്ഷേ ദൈവം സഹായിച്ച് അതിലൊന്നും തകർന്നു പോകില്ല. കാരണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി ആളുകളുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ബൈബിള് വായിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, മണവാളനെ കാത്തിരുന്ന കന്യകമാരുടെ കഥ ബൈബിളിൽ വായിച്ചിട്ടുണ്ടാവും. നമ്മളെല്ലാം മറ്റേ വേദപാഠ ക്ലാസ്സുകളിലൊക്കെ ആ കഥ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കന്യകമാർ ബുദ്ധിയും വിവരവും ഉള്ളവരായിരുന്നു. അവരെന്ത് ചെയ്തു എന്നറിയാവോ? വിളക്കിലൊഴിക്കാൻ എണ്ണ കരുതി വെച്ചു. കാരണം മണവാളനാണ്, വരുമ്പോൾ പലയിടത്ത് സ്വീകരണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ താമസിച്ചേക്കാം. മറ്റവരെന്ത് ചെയ്തു? ബുദ്ധിയില്ലാത്ത ആൾക്കാർ അവര് ഒരു വിളക്കിൽ അതിനകത്തുള്ള എണ്ണയുമായിട്ട് മണവാളനെ കാത്തു നിന്നു. അപ്പം രാത്രി ഏറെയായി, മണവാളൻ വരുന്ന ശബ്ദങ്ങൾ കേട്ടപ്പോഴത്തേക്കും വരുന്നേ ഉള്ളൂ ദൂരം. അപ്പോഴത്തേക്ക് ഇവർക്ക് വെപ്രാളമായി. കാരണം ഇവരുടെ എണ്ണ തീരാൻ പോവുക. മണവാളൻ വരുമ്പോൾ വിളക്കുമായിട്ട് വേണം സ്വീകരിക്കാൻ, എണ്ണ തീരാൻ പോവുക. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ഇവരെന്ത് ചെയ്തു? ആ 2 പേരെടുത്ത് ചോദിച്ചു, ഞങ്ങൾക്ക് കുറച്ച് എണ്ണ തരുമോ എന്ന് ചോദിച്ചു. പക്ഷെ അവർ കൊടുത്തില്ല. മനസ്സിലായി? അവർ കൊടുത്തില്ല. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നതും ദൈവഹിതമാണ്. മനസ്സിലായി? അപ്പം ഞാൻ ഇപ്രാവശ്യം പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവമേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഞാൻ പോയി തലയിടരുത്. അത് എൻ്റെ സമാധാനം നശിപ്പിക്കും, എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ സമാധാനം നശിപ്പിക്കും, ഈവൻ എൻ്റെ ഇടവകയുടെ സമാധാനവും നശിപ്പിക്കും. ഞാനൊരു പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഇടവകയ്ക്ക് നാണക്കേടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇപ്രാവശ്യം ഞാൻ തീരുമാനിച്ചു, ആ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ കരുതലോടെ പ്രവർത്തിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി അല്പം കാത്തിരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സമയത്തിന് ജീവിതത്തിൽ അത് സംഭവിക്കും. അല്ലാതെ നമ്മൾ എടുത്തു ചാടി നമ്മുടേതായ പ്രവർത്തന രീതികൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചു, ഞാൻ നോയമ്പ് നോറ്റു, ഞാൻ ഉപവാസം എടുത്തു, ധ്യാനത്തിന് പോയി, ഞാനാണെങ്കിൽ എല്ലാ കുർബാനയും പോയി അറ്റൻഡ് ചെയ്ത് വെച്ചിട്ട് ദൈവം എനിക്കിട്ട് ഈ പണി തന്നല്ലോ. അല്ലെങ്കിലും പ്രാർത്ഥിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ കൂടുതലാണ്. ഒന്നുമില്ല, ഈ മറ്റേ ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ എടുത്തു ചാടുന്ന കൊണ്ടുള്ള അപകടങ്ങൾ കൂടുതലാണ്. ആ സമയത്ത് കൃത്യമായി ആ ബുദ്ധിയുള്ള, ആ മണവാളനെ സ്വീകരിക്കാൻ നിന്ന് വിവേകമുള്ള ആ കന്യകമാരെ പോലെ നിന്നിരുന്നാൽ എന്ത് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നവന് പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇല്ല എന്ന് പറയുന്നില്ല. കാരണം നമ്മുടെ സ്ലീഹമാരെ വരെ കർത്താവ് വരെ പരീക്ഷണത്തിലാകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അവരതിൽ ജയിക്കും. മറ്റവരങ്ങനെയല്ല, കുറ്റം പറഞ്ഞ് പിന്നെയും പള്ളിയുടെ പുറകെ പോയി നിന്ന് കുർബാന നടക്കുമ്പോൾ വരാന്തയിൽ നിന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അച്ഛൻ ശരിയല്ല, അല്ലെങ്കിൽ ഇയാൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കൂലാണ്. മനസ്സിലായോ? അല്ലാതെ എന്റെ എടുത്തുചാടി ഞാൻ ഉണ്ടാക്കിയ പ്രശ്നമല്ല, പള്ളിയിലിരിക്കുന്ന അച്ഛനാണ് കുറ്റം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ തീരുമാനിച്ച ഒരു കാര്യങ്ങളിൽ വളരെ ഞാൻ ട്രെയിൻഡ് ആവാൻ തീരുമാനിച്ചത്, ആവശ്യമില്ലാത്ത എടുത്തുചാട്ടങ്ങൾ വേണ്ട. കാരണം എൻ്റെ ദൈവത്തിന് ശക്തി ഉണ്ടെന്ന് തെളിയിക്കാനായിട്ട് ഞാൻ പുറത്തിറങ്ങി ഇടിമിന്നൽ വരുമ്പോൾ നട്ടുച്ച നേരത്തെ മറ്റേ ആന്റിനെ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല. നിനക്കൊരു ആപത്തും വരികയില്ല എന്ന് ബൈബിളിൽ വചനമുണ്ട്. ഞാനത് തെളിയിക്കാനായിട്ട് മറ്റേ 11 KV പോയി പിടിക്കേണ്ട കാര്യമില്ല. ദൈവം നമുക്ക് വിവരം തന്നിട്ടുണ്ട്, വിവേകം തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാന്നോ, ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക.
നമ്മൾ ജ്ഞാനമുള്ളവരാകും. സ്വർഗീയ ജ്ഞാനത്താൽ നിറയ്ക്കണമേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തുക. അതാണ് വേണ്ടത്. അത് ഭക്തിയിലൂടെ അത് ഒരു ഭക്തന്റെ പ്രധാന ലക്ഷണമാണ്. അവൻ ഒരിക്കലും എടുത്തു ചാടില്ല. മറ്റേതങ്ങനെയല്ല. ദൈവമേ, ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു ഇത്ര മണിക്ക് നീ എനിക്കത് ചെയ്തു തരും. കാരണം മറ്റേ ഒരു സിനിമയുടെ ഒരു ക്ലിപ്പ് കണ്ടപ്പോഴോ നമ്മുടെ സലീം കുമാർ ഏട്ടൻ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് മൊത്തം വീഞ്ഞാക്കിയില്ലെങ്കിൽ ഞാൻ പറയും മറ്റേ കാനായിലെ കല്യാണം തട്ടിപ്പാന്ന് പറയുന്നു. നമ്മള് ഈശോയെ പരീക്ഷിക്കാൻ നടക്കുന്നവരാണ്. മറ്റേ പരീശന്മാരുടെ കൂട്ടത്തിലാണ്. നമ്മളാരും ശിഷ്യന്മാരായിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൊയമ്പ് മുതൽ ഇപ്പോഴെടുക്കുന്ന ഓരോ നൊയമ്പ് കഴിയുമ്പോഴും ഈശോയുടെ ശിഷ്യനാവുക, ഈശോയുടെ മകനാവുക, ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും അതിന് കഴിയണം. അങ്ങനെ വന്നാൽ നമ്മുടെ സഭകൾക്ക്, നമ്മുടെ തിരുസഭകൾക്ക് വളർച്ചയുണ്ടാകും. നമ്മുടെ തലമുറകൾ സഭയ്ക്കകത്ത് തന്നെ ഉണ്ടാകും. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഉത്സവപ്പറമ്പിൽ കൈവിട്ടു പോയ പിള്ളേരെ അന്വേഷിച്ച് നടക്കണ പോലെ നമ്മൾ നടക്കേണ്ടി വരും നമ്മുടെ മക്കളെ നോക്കി. എല്ലാവരും ഈശോ അനുഗ്രഹിക്കുമാറാകട്ടെ.